ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഓഫ് ലക്ഷദ്വീപ്. അപ്പോൾ ഇന്നും എന്നത്തെയും പോലെ തന്നെ ഒരു സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു കേട്ടോ. കെട്ടിയോമാരെയും വിട്ട് കുട്ടികളെയും കൊണ്ടൊരു തട്ടിക്കൂട്ട് ഊട്ടിയിലേക്കല്ല കേട്ടോ, ലക്ഷദ്വീപിലെ കൊച്ചു മിനിക്കോയെ ഏറ്റവും സുന്ദരമാക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ പോയത്. ഈ ഒരു ദിവസം കെട്ടിയോന്മാർ കഞ്ഞി കുടിച്ചാലും കുഴപ്പമില്ല, നമ്മളൊരു ബിരിയാണി കഴിച്ചേക്കാമെന്ന് വെച്ച് ബിരിയാണിയുടെ എക്സ്പെർട്സ് ആയ ഇവരെ മുന്നിൽ നിർത്തിയൊരു പടയൊരുക്കം. കെട്ടിയോന്മാർ അടുത്തില്ലാത്തതിൻ്റെ ഒരു മനസ്സുഖം അവർക്കും മറ്റൊരു പ്രത്യേക സന്തോഷം ഞങ്ങൾക്കും. ടോട്ടലി മ്യൂച്വൽ ഹാപ്പിനെസ്. ഇങ്ങനൊരു എൻജോയ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കുട്ടികളുടെ ഡാൻസും കുത്തും ഒരു ഭാഗത്താണെങ്കിൽ മറ്റൊരു ഭാഗത്ത് സ്ത്രീകളുടെ സൊറപറച്ചിലും ഹുക്കവലിയും തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്തവർ മറ്റൊരു ഭാഗത്ത്. ബിരിയാണി തട്ടിലേക്ക് കയറേണ്ട ഇവരെ സ്വന്തം തൊള്ളയിലോട്ട് കയറ്റുന്ന ഹാജറ. അറ്റ് എ ടൈമിൽ എങ്ങനെ 2 ഹുക്ക ഒന്നിച്ച് വലിച്ച് ആരോഗ്യം കേടാക്കാം എന്നുകൂടി നമുക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ കുറേ സൊറ പറയലും ഹിസ്സ പറയലും കഴിയുമ്പോഴത്തേക്ക് അൽഹംദുലില്ലാ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താണെന്നല്ലേ, അപ്പോൾ ബിരിയാണി നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ചിട്ടോ. അങ്ങനെ എല്ലാവരും ബിരിയാണി കഴിച്ചിട്ട് നെക്സ്റ്റ് അടിപൊളി ഒരു കടൽക്കുളിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ, മാഷാ അല്ലാ അടിപൊളി ബിരിയാണി ആയിരുന്നു. സ്പൈസി ടേസ്റ്റി ബിരിയാണിക്കൊപ്പം കടൽ തീരത്തിൻ്റെ അടുത്തൊരു ഒത്തുകൂടൽ. എന്താല്ലേ പറയുമ്പോഴും എനിക്ക് ചങ്കിക്കുത്തലുണ്ട് കേട്ടോ. കാരണം കെട്ടിയവനെ ഓർത്തിട്ടാണ്. മാസത്തിൽ ഒരിക്കലുള്ള ഈ ഒരു ഗെറ്റ് ടുഗെദർ ഉണ്ടല്ലോ, അടുത്ത 1 മാസം വരെ നമുക്ക് മെൻ്റലി നമ്മൾ ഫിറ്റായിരിക്കും. അതുമാത്രമല്ല മെൻ്റലി ഹെൽത്തി ആയിരിക്കും. ഈ ഒരു ഉന്മേഷം കെട്ടടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത പിക്നിക്ക് വേണ്ടിയുള്ള പ്ലാനിങ്ങിലായിരിക്കും കേട്ടോ. ഓർമ്മകൾക്ക് എന്ത് സുഗന്ധമാണെന്നല്ലേ. അതെ, ഈ ഓർമ്മകൾ ഒരിക്കലും കെട്ടടങ്ങില്ല കേട്ടോ. അപ്പോൾ അതെ, ഞാനിതുവരെ ബിരിയാണി കഴിച്ചില്ല. ഈ കൊച്ചിനെ കഴിപ്പിക്കാനുള്ള ടാസ്ക് തന്നെ അപാരാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു പിക്നിക്ക് വിശേഷവുമായിട്ട് നമ്മൾ വീണ്ടും വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.